CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയിരിക്കുകയാണ് കോടതി. ഹൈക്കോടതിയാണ് ഈ ഹർജി, കുടുംബത്തിന്റെ ഹർജി തള്ളിയിരിക്കുന്നത്. ഇപ്പോൾ ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, കുടുംബത്തിന്റെ ഹർജി അല്ല എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. പൊതു താൽപര്യ ഹർജിയാണോ ഇപ്പോൾ തള്ളിയിരിക്കുന്നത്? ഹർജി ഇന്നലെയായിരുന്നു ഹൈക്കോടതി പരിഗണിച്ചത്. ഇന്നിപ്പോൾ ചേർത്തല സ്വദേശിയായ മുരളീധരൻ എന്നയാൾ നൽകിയ പൊതു താൽപര്യ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് തള്ളിയിട്ടുള്ളത്. ഈ കുടുംബത്തിന്റെ ഹർജിയിൽ CBIയോടും സർക്കാരിനോടും വിശദീകരണം തേടുകയും അതോടൊപ്പം തന്നെ ഈ കേസിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ മറ്റൊരു ബെഞ്ചിൽ ഇന്ന് പൊതു താൽപര്യ ഹർജി എത്തി. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലാണ് ഈ പൊതു താൽപര്യ ഹർജി എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഭാര്യ മറ്റൊരു ഹർജി നൽകിയിട്ടുള്ളത് കൊണ്ട് ഇതിൽ ഈ കേസിൽ ഇടപെടാനാകില്ല എന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ഈ ചേർത്തല സ്വദേശിയുടെ ഹർജി തള്ളുകയുമാണ് ഉണ്ടായിരുന്നത്. ഈ ചേർത്തല സ്വദേശി തന്നെ കോടതിയിൽ ഉന്നയിച്ചിരുന്ന കാര്യം, ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കാര്യക്ഷമമല്ല, പോലീസിന്റെ അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോകില്ല, പ്രത്യേകിച്ച് ഈ കേസിലെ ഏക പ്രതി CPMന്റെ നേതാവാണ്, അതുകൊണ്ട് കേരള പോലീസ് അന്വേഷിച്ചാൽ അത് കാര്യക്ഷമമായി അന്വേഷണം നടത്തില്ല എന്നതായിരുന്നു. CBI ഈ കേസിൽ അന്വേഷണം നടത്തണം എന്ന ഒരാവശ്യവും ഈ ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നു. ഏതായാലും ഭാര്യ ഇത്തരത്തിലൊരു ഹർജി നൽകുകയും സിംഗിൾ ബെഞ്ച് അത് പരിഗണിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ, അതായത് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിൽ ഈ ഹർജി വരികയും കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇനി ഈ പൊതു താൽപര്യ ഹർജി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും ഹർജി തീർപ്പാക്കുകയും ചെയ്തു. സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഏതായാലും കോടതി തള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുടുംബം CBI അന്വേഷണം വേണം, ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോൾ ആ കേസ് പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ അതേ ആവശ്യം ഉന്നയിച്ചുള്ള ഒരു പൊതു താൽപര്യ ഹർജി അത് കോടതിയിലെത്തിയപ്പോൾ കോടതി തള്ളുകയായിരുന്നു. കുടുംബത്തിൻ്റെതായിരിക്കുമെന്നാണ് ആദ്യം ആ വാർത്ത വന്നപ്പോൾ കരുതിയത്. പക്ഷേ അല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് കോടതി പലവിധ നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ആ കേസ് മാറ്റിവെക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ തള്ളിയിരിക്കുന്നത് പൊതു താൽപര്യ ഹർജിയാണ്. ഷബ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.